ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇന്ത്യൻ വിപണിയിൽ അതിദാരുണമായി പരാജയപ്പെട്ട ചില കാറുകൾ. ഇന്ന് ഇന്ത്യൻ വിപണിയിൽ കാറുകൾക്ക് തീരെ പഞ്ഞമില്ല. പുത്തൻ അവതാരങ്ങളുമായി കളം നിറയ്ക്കുന്ന നിർമ്മാതാക്കളും മോഡലുകൾ തമ്മിലുള്ള മത്സരത്തിനിടെ ഏത് തിരഞ്ഞെടുക്കണം എന്ന സംശയത്തിൽ കുഴയുന്ന ഉപഭോക്താക്കളും ഇപ്പോൾ പതിവ് ചിത്രമാണ്. എന്നാൽ ഇന്ത്യൻ മണ്ണിൽ വേരുറയ്ക്കാതെ പോയ ഒരുപിടി കാറുകളുടെ കഥയും വിപണിക്ക് പറയാനുണ്ട്. വിൽപ്പനയിൽ പിന്നോക്കം പോയതുകൊണ്ട്, വമ്പന്മാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ പോയതുകൊണ്ട്, കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ചതുകൊണ്ട്, കാരണങ്ങൾ അങ്ങനെ പലതാണ്. ഇന്ത്യൻ വിപണി കണ്ട വലിയ ചില പരാജയങ്ങൾ. സിബാനി ഡോൾഫിൻ. കർണാടകയിൽ നിന്നുള്ള സിബാനി ഓട്ടോമൊബൈൽസിനെ കുറിച്ച് കേട്ടവർ ചുരുക്കമായിരിക്കും. ബാദൽ പോലുള്ള മുച്ചക്ര കാറുകളിലൂടെയാണ് സിബാനി ഓട്ടോമൊബൈൽസ് ഇന്ത്യൻ വിപണിയിൽ കടന്നുകൂടിയത്. 1982 ഡോൾഫിനിലൂടെ 4 വീലർ പരിവേഷം നേടിയെടുത്ത സിബാനിക്ക് പക്ഷേ ഏറെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഓൾ ഗ്ലാസ് ഫൈബർ ബോഡിയിലാണ് സിബാനി ഡോൾഫിൻ വിനയായത്. മാരുതി 800ന്റെ പ്രചാരം വർദ്ധിച്ചതും സിബാനി ഡോൾഫിനെ പിന്നോട്ടടിച്ചു. റോവർ മോണ്ടെഗോ അവതരിപ്പിച്ച എല്ലാ കാറുകളും ദുരന്തമായാലോ? സിബാനി ഓട്ടോമൊബൈൽസിന് സംഭവിച്ചത് ഇതാണ്. ഡോൾഫിൻ, മോണ്ടാന, D1 പോലുള്ള ഫൈബർ ഗ്ലാസ് കാറുകളുടെ പരാജയത്തിന് പുറമെ റോവർ മോണ്ടെഗോയുടെ പരാജയവും സിബാനി ഓട്ടോമൊബൈൽസിനെ പാടെ തകർത്തു. ഇന്ത്യയുടെ ആദ്യ ആഡംബര കാറായാണ് റോവർ മോണ്ടെഗോയെ സിബാനി അവതരിപ്പിച്ചത്. 2 ലിറ്റർ ഡീസൽ എഞ്ചിനിൽ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, AC മുതലായ എല്ലാ ആഡംബരങ്ങൾക്കും ഒപ്പമാണ് 1991 കാർ എത്തിയത്. പക്ഷേ 11 ലക്ഷം രൂപ എന്ന പ്രൈസ് ടാഗ് ഇന്ത്യൻ ഉപഭോക്താക്കളുടെ സങ്കല്പങ്ങൾക്ക് മേലെയായിരുന്നു. സ്റ്റാൻഡേർഡ് 2000. കേവലം 3 വർഷം കൊണ്ട് പാടെ അപ്രതീക്ഷിതമായ കാറാണ് സ്റ്റാൻഡേർഡ് 2000. ചെന്നൈ ആസ്ഥാനമായ സ്റ്റാൻഡേർഡ് മോട്ടോഴ്സ് ആണ് മോഡലിന്റെ ഉപജ്ഞാതാക്കൾ. റോവൽ SD1ൽ നിന്നും അപ്പാടെ പകർത്തിയതാണ് സ്റ്റാൻഡേർഡ് 2000ന്റെ ബോഡി. 2.2 ലക്ഷം രൂപ പ്രൈസ് ടാഗിൽ അവതരിച്ച സ്റ്റാൻഡേർഡ് 2000 ബജറ്റിൽ ഒതുങ്ങുന്ന ആഡംബര കാറായി അറിയപ്പെട്ടു. എന്നാൽ പരിതാപകരമായ എഞ്ചിനും ഗിയർ ബോക്സും ഇന്ധനക്ഷമതയും സ്റ്റാൻഡേർഡ് 2000 അകാല ചരമം ഒരുക്കി. മാരുതി ബലെനോ അൾട്ടിയോറ. മാരുതി രുചിച്ച പരാജയമാണ് ബലെനോ അൾട്ടിയോറ. മാരുതി ബലെനോയുടെ സ്റ്റേഷൻ വാഗൺ പതിപ്പാണ് അൾട്ടിയോറ. വിപണിയിൽ ബലെനോ തന്നെ ശരാശരി പ്രകടനം കാഴ്ചവെക്കവേ മാരുതി അവതരിപ്പിച്ച ബലെനോ അൾട്ടിയോറ അമ്പേ പരാജയപ്പെടുകയായിരുന്നു. 7.5 ലക്ഷം രൂപ എന്ന പ്രൈസ് ടാഗായിരുന്നു ഇവിടെ മാരുതിക്ക് തിരിച്ചടിച്ചത്. 2005 ഔദ്യോഗികമായി അൾട്ടിയോറ പതിപ്പിനെ മാരുതി പിൻവലിച്ചു. മഹീന്ദ്ര വോയേജർ. മാരുതി ഒമിനിക്ക് കടിഞ്ഞാണിടാനാണ് വോയേജറുമായി മഹീന്ദ്ര എത്തിയത്. മിത്സുബിഷിയുമായുള്ള സഹകരണത്തിൽ മഹീന്ദ്ര അവതരിപ്പിച്ച വോയേജറിൽ പ്യൂഷോയുടെ 2.1 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇടം പിടിച്ചത്. ആവശ്യത്തിലേറെ ഇന്റീരിയർ സ്പേസും കംഫോർട്ടും ഡ്യുവൽ റോ കണ്ടീഷനിങ്ങും നൽകിയ ഇന്ത്യയുടെ ആദ്യ SUV ആയിരുന്നു വോയേജർ. 5 ലക്ഷം രൂപ വിലയിലെത്തിയ വോയേജറിന് പക്ഷേ ഉപഭോക്താക്കളെ നേടാൻ സാധിച്ചില്ല. PAL പ്യൂഷോ 309. 1994 പ്രീമിയർ ഓട്ടോമൊബൈൽസുമായുള്ള പങ്കാളിത്തത്തിലാണ് പ്യൂഷോ 309 വിപണിയിൽ അവതരിച്ചത്. ആദ്യ വരവ് തന്നെ ഇന്ത്യൻ വിപണിയിൽ തരംഗവും ഒരുക്കി. സ്വപ്നതുല്യമായ തുടക്കം നേടിയിട്ടും പ്യൂഷോ 309നെ മാർക്കറ്റ് ചെയ്യാനും മികച്ച സർവീസ് ബാക്കപ്പ് നൽകാനും കമ്പനി തയ്യാറായില്ല. ഇതാണ് മോഡലിന്റെ പരാജയത്തിന് വഴിതെളിച്ചതും. ഓപ്പേൽ വെക്ട്ര. D സെഗ്മെന്റ് കൈയടക്കാനുള്ള സാധ്യത തട്ടിത്തെറിപ്പിച്ച കഥയാണ് ഓപ്പേൽ വെക്ട്രയ്ക്ക് പറയാനുള്ളത്. 2002 16 ലക്ഷം രൂപ പ്രൈസ് ടാഗുമായി എത്തിയാണ് വെക്ട്ര അവതരിച്ചത്. അത്യാധുനിക സാങ്കേതിക വീമ്പ് പറഞ്ഞെത്തിയ വെക്ട്രയ്ക്ക് പക്ഷേ ഇന്ത്യൻ സാഹചര്യത്തിൽ പിഴച്ചു. ഭൂരിപക്ഷം വെക്ട്രകളും ഇടവേളകളിൽ സർവീസ് സ്റ്റേഷനുകളിലും സമയം ചെലവിട്ടതോടുകൂടി മോഡൽ പരാജയത്തിലേക്ക് കൂപ്പുകുത്തി. ഫോർഡ് മോണ്ടിയോ. ഇന്ത്യൻ ആഡംബര ശ്രേണിയിലേക്കുള്ള ഫോർഡിന്റെ ചുവടുവയ്പായിരുന്നു മോണ്ടിയോ. രാജ്യാന്തര വിപണിയിൽ വിജയം കൈവരിച്ച് മോഡലിന് പക്ഷേ ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. 142 bhp കരുത്തേകുന്ന 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, 128 bhp കരുത്തേകുന്ന ഡ്യൂറോടോക്ക് ഡീസൽ എഞ്ചിൻ പതിപ്പുകളിലാണ് മോണ്ടിയോ എത്തിയിരുന്നത്. സാൻസ്റ്റോം. ഇന്ത്യയുടെ ആദ്യ കൺവേർട്ടബിൾ കാറാണ് സാൻസ്റ്റോം. ഇന്നും ഗോവയിലുള്ള സാൻ മോട്ടോഴ്സിൽ നിന്നും കാറിനെ ഉപഭോക്താക്കൾക്ക് ഓർഡർ ചെയ്യാം. എന്നാൽ കുറച്ചു കാലങ്ങളായി ഒരു ഉപഭോക്താവിനെ പോലും നേടാൻ സാൻസ്റ്റോമിന് സാധിച്ചിട്ടില്ല.